തിരുവനന്തപുരത്തെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുടെ മരണത്തിൽ സുഹൃത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി നെടുമങ്ങാട് സ്വദേശി ബിനോയ് എന്ന യുവാവിനെയാണ് പൂജപ്പുര പോലീസ് അറസ്റ്റ് ചെയ്തത്. പോക്സോ നിയമപ്രകാരമാണ് കേസെടുത്തത്. പെൺകുട്ടിയുടെ അമ്മയുടെ പരാതിയിലാണ് നടപടി. ഇപ്പോൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ ഒരുപാട് കോളിളക്കം സൃഷ്ടിതമായിട്ടുള്ള ഒരു കേസാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ആദിത്യയുടെ ആത്മഹത്യ. ആദ്യം തന്നെ ഈ ഒരു മരണത്തെക്കുറിച്ച് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈബർ ബുള്ളിങ് കാരണം സോഷ്യൽ മീഡിയയിൽ തന്നെ കൂടുതൽ കുട്ടിയെ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ സൈബർ ബുള്ളിങ് കാരണമാണ് ഈ കുട്ടിയുടെ ആത്മഹത്യ എന്നുള്ളതായിരുന്നു കൂടുതൽ അഭ്യൂഹങ്ങൾ പരന്ന് നിന്നിരുന്നത്. പിന്നെ അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിനൊടുവിലാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത് സൈബർ ബുള്ളിങ് കാരണമല്ല ഉണ്ടായിരുന്നത്, അവരുടെ ആൺ സുഹൃത്തായ ബോയ് ഫ്രണ്ടും അതുപോലെ തന്നെ വീഡിയോയിൽ പാർട്ട്ണറുമായിട്ടുണ്ടായിരുന്ന ബിനോയ് കാരണമാണ് ഈ ഒരു കുട്ടി ആത്മഹത്യയിലേക്ക് കടന്നതെന്നായിരുന്നു. അതിനെക്കുറിച്ച് അവരുടെ വീട്ടുകാർ പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഈ സംഭവം ഈ ബിനോയായിട്ടുള്ള ബന്ധങ്ങൾക്ക് ഈ സഹോദരൻ മോൻ അറിയായിരുന്നോ? അധികം ഒന്നും അറിഞ്ഞുകൂടിയായിരുന്നു, പിന്നെ റിലേഷനിലായെന്നൊക്കെ അറിയാമായിരുന്നു. വീഡിയോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയാം. ഇന്ന് വീഡിയോ എടുക്കാൻ പോകണം വെച്ചാൽ ഞാൻ വെച്ചാൽ ആളുടെ അത് ബിനോയെ വിളിച്ചെന്നു ഞാൻ പറയും. ഞാൻ ഇപ്പം പോകുമ്പം പിന്നെ ഞാൻ ഒന്നും പറയില്ല, കാരണം അവർ നല്ല ഫ്രണ്ട്സ് സുഹൃത്ത് നല്ല ഇതായിട്ടല്ലേ പൊയ്ക്കൊണ്ടിരിക്കണം. എൻ്റെ നല്ല സ്നേഹത്തിലൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ കാണുമ്പോൾ ഇവിടെ ഒരു ഇപ്പോൾ വന്നെന്ന് വയ്ക്കുമ്പോൾ അമ്മ ഇപ്പോൾ വന്നേ ഉള്ളൂ എന്നൊക്കെ പറയും. സ്വാതന്ത്ര്യം ഇവിടെ കൊടുത്തു ഇവിടെ ഇവിടെ വരുമായിരുന്നു. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ പോയില്ലേ, ഇപ്പം ഇങ്ങനെ വീഡിയോ എടുക്കാൻ പോകുമ്പം അവർ ആ ഒരു ഇതിൽ പോകും. അപ്പൊ ഈ ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ബിനോയ് എന്ന് പറയുന്ന ആള് ഈ വീട്ടിൽ വന്നിട്ട് തന്നെയാണ് കൂടുതലും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ പാരന്റിനും അറിയാം ഇവര് പാർട്ട്ണർഷിപ്പിലാണ് ഇതുപോലെ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നുള്ളത്. മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ വീട്ടുകാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ കൂടുതലും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും തന്നെ സപ്പോർട്ടായിട്ട് പാരന്റ്സും ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൽ നമ്മൾ ആ പാരന്റിനെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുട്ടി ആരെങ്കിലായിട്ട് കൂടുതലായിട്ട് മിങ്കിൾ ചെയ്യുന്ന ഒരു ടൈമിൽ നമുക്കൊരു ശ്രദ്ധ എന്തായാലും വേണം. അതിപ്പോൾ വീട്ടിൽ നിന്നായാലും കോളേജിൽ നിന്ന് ആയിക്കഴിഞ്ഞാലും ഇനി വേറെ എവിടെ നിന്ന് ആയിക്കഴിഞ്ഞാലും നമ്മൾ അതൊന്ന് മനസ്സിലാക്കി വെക്കണം. പാരന്റ് പറയുന്നുണ്ടേനു, കാരണം ഞാനുമായിട്ട് നല്ല ഫ്രണ്ട്ലി ആണ്, മോൾ എല്ലാ കാര്യങ്ങളും എന്നോട് തുടർന്ന് പറയുന്നുള്ളത്. ഞാൻ ഒരു ചെറിയ വിഷമത്തിലിരുന്നാലും എൻ്റെ മോൾ എന്നെ നല്ല ഇതായിട്ട് നല്ല ഇത് പറഞ്ഞു എന്നൊക്കെ ആ കുട്ടി എല്ലാ കാര്യങ്ങളും പാരന്റുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്, എല്ലാ കാര്യങ്ങളും പറയാറുണ്ട് എന്നുള്ളത് വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്രക്കും കാര്യങ്ങൾ ഇവർക്കിടയിൽ നടക്കുന്നുണ്ട്. അതിനുള്ളിൽ നമ്മളിപ്പോൾ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്തായാലും സ്വാതന്ത്ര്യങ്ങളൊക്കെ കൊടുക്കണം. പക്ഷെ ആ സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ അതിന് നമ്മളൊരു പോയിന്റ്, അതിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോയ് ഫ്രണ്ട് വരുന്നുണ്ടെങ്കിൽ അത് മോളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോനാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഗേൾ ഫ്രണ്ട് ആണ് വരുന്നുണ്ടെങ്കിൽ അവരെവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലായ്പ്പോഴും അന്വേഷിച്ചിട്ടില്ലെങ്കിലും കുറച്ചെങ്കിലും നമ്മൾ അന്വേഷിക്കണം. നമ്മുടെ പേരന്റ് എന്ന നിലക്ക് അതൊന്നും അന്വേഷിക്കണം. അല്ലാതെ ഞാൻ സർവ്വ സ്വാതന്ത്ര്യം കൊടുത്തിട്ടാണ് എൻ്റെ മക്കളെ വളർത്തുന്നത്, ഞാൻ വേറെ ഒന്നിലും ഇടപെടില്ല, അല്ലെങ്കിൽ അവർ തെറ്റൊന്നും ചെയ്യില്ല, അങ്ങനെ നമ്മൾ ഒരിക്കലും വിചാരിക്കാൻ വേണ്ടി പാടില്ല. അങ്ങനെ നമ്മൾ വിചാരിച്ചത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആ ഒരു പാരന്റ്സിന് ഈ ഒരു മകളെ നഷ്ടം വന്നു പോയത്. പല കാര്യങ്ങൾ ഇതിനെ തുടർന്ന് കേൾക്കുന്നുണ്ട്. കാരണം റിസോർട്ടിലും കാര്യം എല്ലായിടത്തും പോയിട്ടും ലൈംഗികമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്ന് പറയുന്നത് ഈ പാരന്റ്സ് ഫസ്റ്റ് തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് മനസ്സിലാക്കാത്തടത്തോണ്ടാണ് ഈ ഒരു ജീവൻ പൊലിഞ്ഞു പോയിട്ടുള്ളത്. നമ്മൾ സർവ്വ സ്വാതന്ത്ര്യം കൊടുത്തിട്ട് നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്വാതന്ത്ര്യം അവർ മിസ്യൂസ് ചെയ്യുന്നുള്ളത് എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് കളിക്കുന്നവർ, സോഷ്യൽ മീഡിയ എന്ന് വെച്ചാൽ നല്ലത് തന്നെയാണെങ്കിൽ നല്ലത് തന്നെയാണ് നടക്കുക. അതേപോലെ തന്നെ ചുറ്റും നമ്മളെ നശിപ്പിക്കാനായിട്ട് ഒരുപാട് കണ്ണുകൾ ചുറ്റും പരന്നിട്ടുണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ഫീൽഡിലാണെങ്കിൽ അത് ബിസിനസ്സുകാർക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ്, അല്ല വേറെ ഫ്രണ്ട്സ് സർക്കിളിനെ കൂട്ടാൻ വേണ്ടി തന്നെ അങ്ങനെ, വേറെ വല്ലതിനാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ പിതാവ് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഇൻസ്റ്റാഗ്രാം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയില്ല. അതൊന്നും എനിക്ക് അറിയത്തില്ല, കാരണം എനിക്ക് അത്രയ്ക്കുള്ള ആ ഒരു ഇതേ ഉള്ളൂ, അറിവ് പഠിത്തം അതൊക്കെ ഉള്ളൂ. അപ്പം വീഡിയോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയാം, എന്താണെന്ന് അറിയത്തില്ല. വീഡിയോ ചെയ്യുന്ന മോള് ഏത് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇങ്ങനെ പൈസ കൊണ്ടുവരുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എങ്ങനെ ഉണ്ടാക്കുന്ന പൈസ, ഇത് എങ്ങനെയാ കിട്ടുന്നതെന്നുള്ളത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ പണം ഉണ്ടാക്കുന്ന സോഴ്സും കാര്യങ്ങളും അതിനെക്കുറിച്ച് നമ്മളും പഠിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു 10-18 വയസ്സ് വരെ എന്ന് വെച്ച് കഴിഞ്ഞാല് ചെലവും കൊടുത്ത് നല്ല സന്തോഷത്തോടെ സമാധാനം നമ്മൾ മക്കളെ കുറിച്ച് പലതും ചിന്തിക്കുന്നുണ്ടാവും. മക്കള് വളർന്നതിന് ഇങ്ങനെയാവണം അങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അപ്പൊ ആ ഒരു എല്ലാ സ്വപ്നങ്ങളും സ്പോയിലായി പോകുന്ന വെച്ചാൽ അവരുടെ ആത്മഹത്യയിൽ സ്പോയിലായി പോകുമ്പോൾ അത്രത്തോളം നെഞ്ച് തകർന്നിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഈ പിതാവും അതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. ഇനി ഒരു പെൺകുട്ടിക്കൊന്നും ഇങ്ങനെയൊന്നും വരാൻ പാടില്ല. ഇപ്പൊ എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ മകള്, എൻ്റെ വേദന എനിക്കറിയാം, അതെനിക്ക് പുറം ലോകത്ത് കാണിക്കാൻ, അതെൻ്റെ
എൻ്റെ വേദന എൻ്റെ ഉള്ളു നീർന്നത് എനിക്കല്ലേ അറിയാൻ പറ്റും. ഇതുപോലെ ഒരുപാട് ന്യൂസുകൾ നമ്മൾ ഇതിനു മുന്നേ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും നമ്മൾ പഠിക്കുന്നില്ല. എന്തേ നന്നാവത്തെ നമുക്ക് തന്നെ തോന്നിപ്പോന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ചെയ്യുന്ന സ്വാതന്ത്ര്യം തന്നെ ഒരു പരിധി വരെയും അവരെ ഈ ഒരു ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ചിലത് വിചാരിക്കും എന്ത് എന്നെ ഇത്രത്തോളം എനിക്ക് സ്വാതന്ത്ര്യം തന്ന് വളർത്തിയിട്ടും ഇത്രത്തോളം എന്നെ സ്നേഹിച്ചിട്ടും ഞാൻ അവർക്ക് കൊടുക്കുന്നത് സങ്കടം മാത്രമാണെന്നുള്ള ആ ഒരു വിഷാദം കൊണ്ടായിരിക്കാം ആത്മഹത്യയിലേക്ക് നയിക്കാൻ. പിന്നെന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, ഒരു ഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രണയ നൈരാശ്യം, അങ്ങനെ പലതും വന്നിട്ടായിരിക്കും ഈ മരണത്തിലേക്ക് പോകുന്നുണ്ടാവും. അപ്പൊ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കളിലേക്ക് ഒരു കണ്ണ് എപ്പോഴും വേണം. നമ്മുടെ ജീവിത പ്രാരാബ്ദത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും, എന്നാലും മക്കളിലേക്കും നമ്മളൊന്ന് നോക്കണം. കാരണം നാളേക്ക് നമുക്ക് വേണ്ടത് നമ്മുടെ മക്കളാണെന്നുള്ള ചിന്തയും വേണം. ഇപ്പൊ ഈ ഒരു കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ബിനോയ് എന്ന് പറയുന്ന കക്ഷി 18 വയസ്സ് തികയുന്നതിന് മുന്നേ തന്നെ ഇവളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഇരിക്കെ അവളെ എന്തായാലും മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എത്ര തവണ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ അവർക്ക് അറിയുന്ന കാര്യമാണ്. പോക്സോ കേസ് ഇപ്പൊ അവന്റെ മേലെ ചുമത്തിയിട്ടുണ്ട്. അവന്റെ ജീവിതം എന്തായാലും കട്ടപ്പുക തന്നെയാണ്. പക്ഷെ എന്നായാലും ഈ ഒരു കുട്ടി ആത്മഹത്യയിലേക്ക് നയിക്കുന്നതിന് മുന്നേ തന്നെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ഒരൊറ്റ കാരണം തന്നെ ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് അല്ലെങ്കിൽ ബ്രേക്കപ്പ് അയക്കാൻ പ്രശ്നം ഉണ്ടാവില്ല, പൊട പുല്ലുന്നിട്ട് നടക്കാം. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് അവരുമായിട്ട് റിലേഷൻഷിപ്പിലിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാല് അതിരുകൾ ഭേദിച്ചിട്ട് തന്നെ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര സങ്കടം മൂലം തന്നെ ആയിരിക്കും ആ ഒരു ഫ്രസ്ട്രേഷനും അതുപോലെ തന്നെ ജീവിതത്തിലുള്ള വിരക്തിയും മൂലം തന്നെ ആ കുട്ടി ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുണ്ടാവുന്നത്. ഈ ഒരു ആത്മഹത്യയെ കുറിച്ച് ഫസ്റ്റ് വരുമ്പോൾ തന്നെ പറഞ്ഞേക്കുന്നത് സൈബർ ബുള്ളിംഗ് ആണ്. സൈബർ ബുള്ളിംഗ് കാരണം എന്തായി കഴിഞ്ഞാലും കുറച്ച് സമയം വരെ നമുക്ക് എന്തെങ്കിലും വിഷമിച്ചിരിക്കലോ അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. മെയിനായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഇരിക്കുക, അതിൽ തന്നെ അവര് മാനസികമായും ശാരീരികമായിട്ടും അടുക്കുക. ആ ഒരു കാരണം കൊണ്ട് തന്നെ ബ്രേക്കപ്പും കൂടി വന്നു കഴിഞ്ഞാൽ ഡിപ്രഷനിലേക്ക് ആ കുട്ടി പോയി. ആ സ്റ്റേജും കൂടി കടന്നു പോകുമ്പോഴേക്കും മെയിനായിട്ട് എന്താ ചെയ്യുന്നത് നമ്മുടെ മനോനില അത് നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും ആയിട്ടുണ്ടാവുക. അപ്പൊ ആ ഒരു ഇതിൽ പിന്നെ അതിന്റെ കൂടെ തന്നെ സൈബർ ബുള്ളിങ്ങും കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം അവര് ഒരുമിച്ച് ചെയ്ത റീൽസും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇരുന്നിട്ട് ഒരുമിച്ച് വീഡിയോ ചെയ്ത ആള് പെട്ടെന്ന് പോകുമ്പോൾ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ വരും. അപ്പൊ അത് അവളെന്തായാലും ഫേസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതും ഫേസ് ചെയ്യുക, അതിന്റെ കൂടെ വെച്ച് കഴിഞ്ഞാൽ ഡിപ്രഷനും കാര്യങ്ങളും വരിക, പിന്നെ പാരന്റ്സിനോട് എന്താ പറയുക, അങ്ങനത്തെ എല്ലാം പ്രശ്നങ്ങൾ. പിന്നെ അതിന്റെ ഇടയിൽ കുറെ കാര്യങ്ങൾ, സ്പായില്, മയക്കുമരുന്ന്, അതുപോലെ തന്നെ ഓരോന്ന് കേൾക്കുന്നുണ്ട്. എന്തായി കഴിഞ്ഞാലും എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നുള്ളത് പോലീസ് എന്തായാലും കണ്ടെത്തുക തന്നെ ചെയ്യും. അതിന്റെ പുറകെ തന്നെ പോലീസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ കക്ഷിക്ക് പോക്സോ കേസ് ചുമത്തിയിട്ട് റിമാൻഡ് ചെയ്തിട്ടുമുണ്ട്. പക്ഷെ അതോടെ തന്നെ അവന്റെ ജീവിതം എന്തായാലും പോയി. അവൻ ഒരു ജില്ല വിട്ട് മറ്റൊരു ജില്ലയിലേക്കും പോയി, ഒരു കണ്ടം വിട്ട് മറുകണ്ടത്തേക്കും പോയി. മൊത്തത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതം മുഴുവനായിട്ടും പോയി. അതുപോലെ അവന്റേതും പോയി, അവളുടേതും പോയി. അങ്ങനെ ഈ ഒരു അവസ്ഥ ഉള്ളത്. കാരണം ഒരുപാട് കേസുകൾ നമ്മൾ ഇതുപോലെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. എന്നിട്ടും ഈ നാട് നന്നാവുന്നില്ല. പെൺകുട്ടിയൊക്കെയായാലും ആൺകുട്ടിയൊക്കെ ആയിക്കഴിഞ്ഞാലും ഒന്നും പഠിക്കുന്നുമില്ല. ഇനി എന്തായാലും ഇനിയുള്ള തലമുറയിലെങ്കിലും നമ്മുടെ പാരന്റ്സ് ആയിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും മനസ്സിലാക്കുക. നമ്മൾ എന്ത് റിലേഷൻഷിപ്പ് ആയിക്കഴിഞ്ഞാലും അതിനെല്ലാം ഒരു വര നമ്മൾ നിശ്ചയിക്കണം. എന്തായാലും അതിന്റെ അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടി വിടരുത്. എന്തായാലും പ്രേമവും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. അതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെന്റലായിട്ട് അല്ലാണ്ട് ഫിസിക്കലി റിലേഷൻഷിപ്പ് തന്നെയാണ് പ്രേമം എന്നുള്ളത് വിചാരിക്കാൻ പാടില്ല. അതിലാണ് തെറ്റുപറ്റുന്നത്. എന്തായാലും നമുക്ക് ഇനിയുള്ള തലമുറയിലെങ്കിലും ഇതുപോലുള്ള വാർത്തകൾ കേൾക്കാതിരിക്കട്ടെ.